അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 16ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പുള്ള 15 ഭാഗങ്ങളും ഒരേ പ്ലേ ലിസ്റ്റിലാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് ക്രമമനുസരിച്ചാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ നിന്ന് അത് ലഭ്യമാകും. അത് മുഴുവനും 1 മുതൽ 15 വരെയും കൃത്യമായി 2-3 പ്രാവശ്യം കേട്ടാൽ നമ്മുടെ നിസ്കാരങ്ങളിൽ വരുന്ന തെറ്റുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സഹിയായ നിലക്ക് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും. സാധാരണക്കാരായ ആളുകൾക്ക് വളരെ അത്യാവശ്യമായ അറിവുകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് സ്വന്തം കേട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഈ ചാനലിന് ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് ഇത് പൊതുജനങ്ങളിൽ എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ലൈക്ക് നൽകണം. കൂടുതൽ ലൈക്കുള്ള കിട്ടിയ വീഡിയോകളാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുക എന്നത് ഓർക്കണമെന്ന് ഉണർത്തുകയാണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാ മുസ്ലിം സഹോദരന്മാർ നിസ്കരിക്കുന്നവർക്കാണ് ഇതിന്റെ ആവശ്യമുള്ളത്. അവർക്കൊക്കെയും ഇത് നിങ്ങൾ കൈമാറണം എന്ന് ഉണർത്തുകയാണ്. 16ാമത്തെ ഭാഗത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ്. ഫാത്തിഹയുമായി ബന്ധപ്പെട്ടും നിസ്കാരവുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഒന്നാമത്തെ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട സുന്നത്ത് അൽ വഖഫു അലാ കുല്ലി ആയത്തിൻ മിൻഹാ. ഫാത്തിഹയിൽ നിന്നുള്ള എല്ലാ ആയത്തിന്റെയും അവസാനം വഖഫ് ചെയ്യുക എന്നാണ്. ബിസ്മി ഫാത്തിഹയിൽ നിന്നുള്ള ഒരു ആയത്താണ്. ബിസ്മിയിൽ നിർത്താൻ പാടില്ല, നിർത്താതിരുന്നാൽ വലിയ പുണ്യമുണ്ട് എന്നൊക്കെ ചില ചർച്ചകളുണ്ടെങ്കിലും ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം മാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളെല്ലാം രേഖപ്പെടുത്തിയത് ഫാത്തിഹയിൽ നിന്നുള്ള എല്ലാ ആയത്തിന്റെയും അവസാനം വഖഫ് ചെയ്യൽ സുന്നത്തുണ്ട് എന്നാണ്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ നിർത്തൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓതിക്കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് ഒരു സുന്നത്ത്. അതുപോലെ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. അത് ഫാത്തിഹ നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരമല്ലാത്ത സമയത്താണെങ്കിലും ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആമീൻ പറയൽ സുന്നത്താണ്. അതേ പ്രകാരം ഇമാമിന്റെ പാരായണം കേൾക്കുന്നുണ്ട് എങ്കിൽ ഇമാമ് ആമീൻ പറയുമ്പോ അതിന്റെ കൂടെ നമ്മളും ആമീൻ പറയുക, അത് സുന്നത്താണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം പിന്നീട് വരുന്നതാണ്. അതേ പ്രകാരം തന്നെ ഒരു സൂറത്ത് ഓതൽ ഫാത്തിഹ കഴിഞ്ഞാൽ സുന്നത്തുണ്ട്. ഒരായത്തെങ്കിലും ഓതണം എന്നാണ്. 3 ആയത്ത് ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഒരു കാമിലായ പൂർണ്ണമായ ഒരു സൂറത്താണ് മറ്റൊരു സൂറത്തിന്റെ പകുതി ഓതുന്നതിനേക്കാൾ നല്ലത്. അലിഫ് ലാം മീം എന്ന സൂറത്ത് തുടങ്ങിയിട്ട് അതിൽ ഒരു 10 ആയത്ത് ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ സൂറത്ത് ഓതുന്നതിനാണ് എന്ന് കിതാബുകളിലൊക്കെ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. തറാവീഹ് നിസ്കാരത്തിൽ ഒഴികെ. തറാവീഹ് നിസ്കാരത്തിൽ ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓതുകയാണെങ്കിൽ അല്പാൽപമായി ഓതാം, അതാണ് അഫ്വൽ. അതേ പ്രകാരം തന്നെ ഒരു സുന്നത്താണ് മഅ്മൂമിന്റെ ഫാത്തിഹ ഇമാമിന്റെ ഫാത്തിഹയെ തൊട്ട് പിന്തൽ. അത് സുന്നത്താണ്. ഇമാമിന്റെ മുമ്പ് തന്നെ ഫാത്തിഹ ഓതാതിരിക്കുക. ചിലപ്പോ അശ്രദ്ധ കൊണ്ടൊക്കെ സംഭവിക്കാം. പക്ഷെ നമ്മള് ഓർമ്മയുള്ള സമയത്ത് ഇമാമിന്റെ മുമ്പ് ഫാത്തിഹ ഓതാൻ പാടില്ല.
അത് സിദ്ധിയായ അഥവാ പതുക്കെ ഓതുന്ന നമസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാമിന്റെ ഫാത്തിഹയുടെ മുമ്പ് നമ്മളെ ഫാത്തിഹ ഓതരുത്. ഇമാമ് ഫാത്തിഹ ഓതിയിട്ടാണ് ഓതേണ്ടത്. ഓതി എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയം നമ്മൾ കാത്താൽ ആ സമയത്ത് നമ്മൾ വജ്ജഹത്തും ഒക്കെ ഓതി എന്നിട്ട് ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി ഫാത്തിഹ ഓതുന്നത് പ്രത്യേകം സുന്നത്തുണ്ട്. നമസ്കാരത്തിൽ എവിടെയും വെറുതെ നിൽക്കൽ ഇല്ല. ആ സമയത്ത് മറ്റ് ദിക്റുകൾ ഉണ്ട് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ 6 സ്ഥലങ്ങളിൽ, കുറെ സ്ഥലങ്ങളിൽ ഒരു ചെറിയ സക്ത, ഒരല്പം ഒരു മൗനം പാലിക്കൽ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം സക്ത അടങ്ങൽ സുന്നത്തുണ്ട്. ശബ്ദം ഒന്ന് അടക്കുക. അത് എവിടെയൊക്കെയാണ് സുന്നത്തുള്ളത്? തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അല്ലാഹു അക്ബർ. ഇനി വജ്ജഹത്ത് ഓതുന്നതിന്റെയും തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം കഴിഞ്ഞിട്ടാണ് വജ്ജഹത്ത് ഓതേണ്ടത്. ധൃതി പിടിക്കാൻ പാടില്ല എന്നർത്ഥം. അതേ പ്രകാരം തന്നെ വജ്ജഹത്ത് ഓതി കഴിഞ്ഞു അഊദ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം, അരമണിക്കൂറല്ല, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം. അതേ പ്രകാരം അഊദ് ഓതി കഴിഞ്ഞിട്ട് ബിസ്മിയുടെയും അഊദിന്റെയും ഇടയിൽ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം മൗനം. ബിസ്മിയുടെയും ഫാത്തിഹയുടെയും ഇടയിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഒരു സമയം. ഫാത്തിഹയുടെയും ആമീനിന്റെയും ഇടയിൽ, അപ്പൊ ഫാത്തിഹ ബിസ്മിയിൽ പെട്ടതാണ്. അഊദിന്റെയും ബിസ്മിയുടെയും ഇടയിൽ ഇത് സുന്നത്തുണ്ട്. അതുപോലെ ഫാത്തിഹ കഴിഞ്ഞിട്ട് ആമീൻ എന്ന് പറയുന്നതിന്റെയും ഇടയിൽ സുന്നത്തുണ്ട്. ആമീൻ എന്നതിന്റെയും സൂറത്തിന്റെയും ഇടയിൽ സുന്നത്തുണ്ട്. സൂറത്തിന്റെയും റുകൂഇലേക്കുള്ള തക്ബീറിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം മൗനം പാലിക്കൽ സുന്നത്തുണ്ട് എന്നാണ്. ഇനി അവിടൊക്കെ സുബ്ഹാനല്ലാഹ് പറയാൻ നിൽക്കരുത് കേട്ടോ, നമ്മളെ ചാനലിൽ ഇല്ല. സുബ്ഹാനല്ലാഹ് പറയുന്ന സമയം ഒന്ന് അടങ്ങുക, മൗനം പാലിക്കുക. അതേ പ്രകാരം തന്നെ ഒരു സുന്നത്താണ് മഅ്മൂമിന്റെ ഫാത്തിഹ ഇമാമിന്റെ ഫാത്തിഹയുടെ മുമ്പ് തീർന്നാൽ, ആദ്യത്തെയും രണ്ടാമത്തെയും റക്അത്തിലെ ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടാണ് മഅ്മൂം തുടങ്ങേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ ഇമാമിന്റെ ഫാത്തിഹ തീരുന്നതിന് മുമ്പ് തന്നെ മഅ്മൂമിന്റെ ഫാത്തിഹ തീർന്നാൽ, 1-2 റക്അത്താണെങ്കിൽ ജഹരിയായ നിസ്കാരാണെങ്കിൽ നമുക്ക് കേൾക്കും ഇമാമിന്റെ ഫാത്തിഹ. ഇമാമിന്റെ ഫാത്തിഹ കേൾക്കാത്തതാണ് 3ഉം 4ഉം. അതേ പ്രകാരം പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളൊക്കെ. ഇങ്ങനെ ഇമാമിന്റെ മുമ്പ് മഅ്മൂമിന്റെ ഫാത്തിഹ തീരുകയാണെങ്കിൽ അവൻ ആ സമയം ഖിറാഅത്ത് കൊണ്ട് ജോലിയാവലാണ് ഏറ്റവും നല്ലത്. വെറുതെ നിൽക്കാൻ പാടില്ല. അപ്പൊ മൂന്നാമത്തെ റക്അത്തിൽ മഅ്മൂമിന്റെ ഫാത്തിഹ കഴിഞ്ഞു, ഞാനും എവിടെ നോക്കി ഇങ്ങനെ നിൽക്കരുത്. അവൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സൂറത്ത്, ഒരു ചെറിയ സൂറത്ത്, ഇമാമിന്റെ ഫാത്തിഹ കഴിയുമ്പോഴേക്കിന് ഒരു ചെറിയ സൂറത്ത്, ആയത്തിനാക്കൽ കൗസർ അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഏതെങ്കിലും ഒരു സൂറത്ത് ഓതലാണ് അഫ്ളല്. അല്ലെങ്കിൽ പ്രാർത്ഥന നടത്താം. ഏറ്റവും നല്ലത് ഖുർആൻ കൊണ്ട് ജോലി ആവലാണ് എന്ന് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകളൊക്കെ പാലിച്ച് ജീവിക്കാൻ, അതേപോലെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും, സാധാരണക്കാരായി ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്, അവർക്കൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളായ ആളുകൾക്കൊക്കെ ഇത് കൈമാറണമെന്ന് നിങ്ങളോട് പ്രത്യേകമായി ഉണർത്തുകയാണ്. ലൈക്ക് നൽകണം എന്നും ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.